അടുത്ത ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്നറിയോ? യൂറോപ്പ്. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്നറിയോ? യൂറോപ്പ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്നാണ്. രാത്രി 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി നോക്കുമ്പോൾ ആംഗ്രി ബേർഡ്സ് പണ്ട് ഒരുപാട് തവണ കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ നൊസ്റ്റ് അടിച്ചു. അപ്പം ഞാൻ കുറച്ച് നേരം ആംഗ്രി ബേർഡ്സ് കളിച്ചുകൊണ്ടിരുന്നു. ഇതിനു മുമ്പ് ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ക്രീനൊക്കെ ഉള്ള ഒരു ഫ്ലൈറ്റ് കയറുന്ന ആദ്യമായിട്ടായിരുന്നു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം ഞാൻ മാപ്പൊക്കെ നോക്കിയിരുന്നു. ബഹ്റിനിലായിരുന്നു ലേ ഓവർ ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ നെക്സ്റ്റ് പാരീസിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി. ഇങ്ങനെ ഒരു ലോങ് ജേർണിക്ക് ശേഷം നമ്മൾ പാരീസിലെത്തി. ഗൈസ്, നമ്മളങ്ങനെ പാരീസിലെത്തിയിരിക്കുകയാണ്. എക്സൈറ്റഡ്. അഞ്ജലി, എവിടെയാ നമ്മളിപ്പോ? എവിടെയാ? അപ്പം നമ്മൾ പാരീസിലെത്തി. റൂമിലേക്ക് പോകാനുള്ള മെട്രോ കയറിയേക്കാണ്. ഒരു 1 hour എന്തോ ഉണ്ട് ട്രാവൽ ജേർണി. അപ്പം നമ്മൾ റൂമിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ പരിചയമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ പിക്ക് പോക്കറ്റിംഗ് വളരെ കൂടുതലാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കെയർഫുൾ ആയിട്ടായിരുന്നു യാത്ര ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി പുറത്തേക്കുള്ള എക്സിറ്റ് നോക്കിയിട്ട് ഞങ്ങൾക്ക് കറക്റ്റ് എക്സിറ്റ് മനസ്സിലായില്ല. അപ്പോൾ ഒരു ആഫ്രിക്കൻ ലേഡി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആദ്യം ഞങ്ങളൊന്ന് ടെൻഷൻ അടിച്ചു, നമ്മുടെ കയ്യിൽ നിന്ന് ഫോണോ എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. പക്ഷേ പുള്ളിക്കാരത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കറക്റ്റ് എക്സിറ്റ് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ സ്റ്റേ എടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾ എല്ലാം സ്വന്തമായിട്ടാണ് ബുക്ക് ചെയ്തത്. വിസ മാത്രമാണ് ഏജൻസി കൊടുത്ത് ചെയ്തത്. ബാക്കിയെല്ലാം സെൽഫായിരുന്നു. നമ്മൾ പോയത് നവംബർ മിഡിന് ശേഷമാണ്. ഫോൾ സീസൺ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രാവൽ ചെയ്ത് ബസ്സിൽ വെച്ചാണ് ഈ മുന്നിൽ പോകുന്ന അമ്മച്ചീനെ പരിചയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ പാരീസിലെത്തി. പാരീസിലിവിടെ ഹോസ്റ്റലിലെത്തി. ചെക്ക് ഇൻ ടൈം 3 o'clock ആണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ വാഷ്റൂമും ലഗേജ് റൂമും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ ലഗേജൊക്കെ അവിടെ വെച്ച് ഫ്രഷായി റെഡിയായി ഇനിയിപ്പോൾ പാരീസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നമുക്ക് പോയാലോ? ഒരു പുതിയ നഗരത്തിന്റെ യഥാർത്ഥ ഭംഗി അറിയാൻ അവിടുത്തെ വഴികളിൽ കൂടെ നടക്കുന്നതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. റോഡിൽ കൂടെ പോകുന്ന വണ്ടി, അത് ട്രെയിനാണ്. നമ്മൾ പാരീസിലെത്തി ഗൈസ്. നമ്മളിപ്പോ പാരീസിന്റെ ഏതോ വഴി കൂടെ ഫുഡ് കഴിക്കാനുള്ള ഷോപ്പ് തപ്പി നടക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ മാക്ഡിയിൽ കയറിയേക്കാണ്. അഞ്ജലി അവിടെ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്തെങ്കിലും ആക്ഷൻ കാണിക്കും. അപ്പം നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചാംസ് എലീസിയിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നടന്നോ? ഇപ്പോൾ അഞ്ജലി നടന്നു പോകുന്നതാണ്. ഒരുപാട് ലക്ഷറി ബ്രാൻഡ്സ് ഉള്ള ഒരു സ്ഥലമാണ് ചാംസ് എലീസി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലൂയി വിക്ടോറിന്റെ ഷോറൂം. നമ്മൾ ആർട്ട് ഡേ ട്രൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. കൈയൊക്കെ ഇങ്ങനെ ഫ്രീസായിട്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രം. ഇനി നമുക്ക് ഈ സബ്വേയിൽ കൂടെ പോയിട്ട് ആർട്ട് ഡേ ട്രയംഫിന്റെ ചോട്ടിൽ പോവാം. നെപ്പോളിയൻ തന്റെ വിജയങ്ങളെ അനുസ്മരിക്കാൻ പണി കഴിപ്പിച്ച ഈ സ്മാരകം ഇന്ന് പാരീസിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ്. ആർട്ട് ഡേ ട്രയംഫിന്റെ താഴെയായി കാണുന്നത് ടോംബ് ഓഫ് ദി അൺനോൺ സോൾജേഴ്സ് ആണ്.
നടുവിൽ കാണുന്ന ഈ ജ്വാല എറ്റേണൽ ഫ്ലെയിം എന്നാണ് അറിയപ്പെടുന്നത്. 1923 മുതൽ ഇത് ഒരിക്കലും അണയാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ പോയത് ലൂവിയർ മ്യൂസിയത്തിലെ മൊണാലിസയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയമായ ലൂവിയർ മ്യൂസിയം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് മൊണാലിസ ഉൾപ്പെടെ ആയിരക്കണക്കിന് കലാസൃഷ്ടികൾ കാണാൻ ഇവിടെ എത്തുന്നത്. ലൂവിയറിൽ ഏകദേശം 5 ലക്ഷത്തിലധികം കലാവസ്തുക്കൾ ഉണ്ടെങ്കിലും ഒരേ സമയം പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 35,000 എണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. ലൂവിയറിലെ ഓരോ കലാസൃഷ്ടിയും വെറും 30 സെക്കൻഡ് വീതം കണ്ടാലും മുഴുവൻ മ്യൂസിയം കണ്ടു തീർക്കാൻ മാസങ്ങൾ വേണ്ടിവരും. സത്യത്തിൽ ലൂവിയർ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഇത്രയും വലിയ മ്യൂസിയം ആയതിനാൽ പ്രധാന ആകർഷണങ്ങൾ മാത്രം കാണാൻ പോലും മണിക്കൂറുകൾ വേണ്ടിവരും. ലൂവിയറിന്റെ പല ഭാഗത്ത് ഇതുപോലെ ആർട്ടിസ്റ്റുകൾ സ്കൾപ്ചേഴ്സ് നോക്കി പടം വരയ്ക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റാണ് മൊണാലിസ ഉള്ളത്. അങ്ങോട്ടേക്കുള്ള വഴി തപ്പി ഞങ്ങൾ കുറെ അലഞ്ഞു. മൊണാലിസ മാത്രം കാണാനുള്ള സ്ഥലമല്ല ലൂവിയറെങ്കിലും ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം മൊണാലിസ തന്നെയായിരുന്നു. കുറെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടാണ് അവസാനം മൊണാലിസയെ കാണുന്നത്. ലൂവിയറിലെ മൊണാലിസയ്ക്ക് ഇത്ര സുരക്ഷ എന്തിനാണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രമായതിനാലും 1911 ഇത് മോഷണം പോയ ചരിത്രവും പിന്നീട് പലതവണ ആക്രമിക്കപ്പെട്ടതുമാണ് കാരണം. മൊണാലിസയ്ക്ക് നേരെ എതിർവശത്താണ് ലൂവിയറിലെ ഏറ്റവും വലിയ ചിത്രം, ദി വെഡിങ് ഫീസ്റ്റ് അറ്റ് കാന. ലൂവിയറിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് മൊണാലിസയെ കാണാനും കാനയിലെ കല്യാണ വിരുന്ന് കാണാനുമാണ്. ലൂവിയറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് അഞ്ജലിയുടെ കസിൻ സായു വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഫ്രാൻസിലാണ് പഠിക്കുന്നത്. അവൻ ഞങ്ങളെ കൊണ്ടുപോയത് മോൺമാർട്ടെ കത്തീഡ്രൽ കാണാനാണ്. ഇരുട്ടായിട്ടുണ്ടായിരുന്നു, കൂടാത്തതിന് മഴയും, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ പാരീസ് നഗരം മുഴുവനായിട്ട് കാണാൻ സാധിക്കും. മഴയും തണുപ്പും ആയതുകൊണ്ട് കൂടുതൽ നേരം അവിടെ നിന്ന് ഭംഗി ആസ്വദിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ഓഫ് ദി ട്രിപ്പ്, ഈഫിൽ ടവർ. പക്ഷെ അങ്ങോട്ടാണ് പോകുന്നതെന്ന് സായു ഞങ്ങളോട് പറഞ്ഞില്ല. രണ്ടുപേരുടെയും തല കുനിച്ചു പിടിച്ച് നേരെ ഈഫിൽ ടവറിന് മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. എന്ത് ഭംഗിയാടാ ഈഫിൽ ടവർ കാണാൻ. എത്ര നേരം ഞങ്ങളത് നോക്കി നിന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അതും ഇന്ന് മുഴുവൻ പാരീസ് കറങ്ങി നടന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈഫിൽ ടവറിന്റെ ഒരു സൈറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ അത് നേരിട്ട് കാണുന്നത്. ആ മൊമെന്റ് ദാറ്റ് വാസ് റിയലി പ്രൈസ്ലെസ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ്, നമ്മൾ അവിടെ എത്തി മിനിറ്റുകൾക്കുള്ളിൽ ഈഫിൽ ടവർ സ്പാർക്കിൾ ചെയ്യാൻ തുടങ്ങി. തണുപ്പ് കൂടിയപ്പോൾ സായുവിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. ഞങ്ങൾ ഈഫിൽ ടവറിന്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ബസ് കയറാൻ വേണ്ടി പോകുന്ന വഴിയാണിത്. ഹലോ, നമ്മളിപ്പോൾ പാരീസ് കൂടെ ഇങ്ങനെ തേരാപ്പര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. നല്ല തണുപ്പ്. ഇത് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കൈയൊക്കെ നല്ല ഫ്രീസ് ആവുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഇത് അഞ്ജലി ഇവിടെ ഉണ്ട്. അഞ്ജലി, ഹലോ. വായിന്ന് പുകയൊക്കെ കൊണ്ട് വായിന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. ക്യാമറയിൽ കിട്ടുന്നുണ്ടോന്ന് അറിഞ്ഞൂടെ. ഹായ്, വെയിൽ വരുന്നു. വെയിലത്ത് കുറച്ചേരം നിന്നാലോ? വെയിലത്ത് കുറച്ചേരം നിൽക്കാൻ തോന്നുന്നുണ്ട്. അത്ര ഫ്രീസായിരിക്കുക. ഇത്രയും നേരം നല്ല സ്പീഡ് വന്നു. ഇവിടെ എത്തിയപ്പോൾ കുറച്ച് സ്ലോ മോഷനായി. നമ്മളപ്പം മെട്രോയിൽ കയറാൻ പോവാണ്. ഇതാണ് മെട്രോയിലേക്കുള്ള വഴി. അവിടെ ഒരു മാഗ്ഡി കാണുന്നുണ്ടോ? അവിടെയാണ് ഇന്നലെ ഞങ്ങൾ പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്. അത് കോമഡി ആയിരുന്നു. ഞങ്ങൾ പോയി ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള നോക്കി ഒരെണ്ണം ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്യാൻ നേരത്തെ അവർ അതിൻ്റെ അകത്ത് ടോയ്സ് ഒക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നു. ഞങ്ങൾ ടോയ്സ് ഇരുന്നോട്ടെ എല്ലാം കഴിഞ്ഞ് സാധനം വന്നപ്പോഴാണ് മനസ്സിലായി അത് കിഡ്സിൻ്റെ മീലായിരുന്നു എന്ന്. പിന്നെ ഞങ്ങളത് കഴിച്ചു. വേറെ വഴിയില്ലല്ലോ. വിശപ്പ് മാറി. അത്യാവശ്യം ഫ്രഞ്ച് ഫ്രൈസ് കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് വിശപ്പ് മാറി. ഇന്നലെ കണ്ടേക്കാളും വലുതായോ? ഭയങ്കര ദൂരെന്ന് കണ്ടുപോലില്ലേ? അരേ വാ, വിഷ്വൽ ബ്യൂട്ടി. ഈഫിൽ ടവർ കണ്ടോ നിങ്ങൾ? ഇതാണ് ഈഫിൽ ടവർ, പാരീസിലെ ഈഫിൽ ടവർ. അങ്ങോട്ടേക്ക് നടക്കാൻ 9 മിനിറ്റ്സ് കാണിക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂറാവും.
നമ്മളിപ്പം ഈഫൽ ടവറിൻ്റെ അടുത്തുള്ള സെയിൻറ്റ് റിവറിൽ എത്തിയിട്ടുണ്ട്. ഇനി റോഡ് ക്രോസ് ചെയ്താൽ അങ്ങോട്ടേക്ക് എത്തും. എന്നിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുക്കണം. ഫുട്പാത്ത് നോക്കി നടക്കുക. അവിടെ ഒരു ഫുട്പാത്ത് കണ്ടിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് റോഡ് ക്രോസ് ചെയ്യാം. ഡേ 2 ആക്ച്വലി ഞങ്ങളുടെ പ്ലാന് അവിടുന്ന് 2 hours പോയി കഴിഞ്ഞാൽ എത്തുന്ന ഒരു ഫെയറി ടെയിൽ വില്ലേജ് ഉണ്ട്. ഗർബ്രോയ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോകാനായിരുന്നു പ്ലാനെങ്കിലും പിന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് ഫുൾ ഡേ ഈഫിൽ ടവറിൻ്റെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. സംഭവം ഞങ്ങൾ തന്നെ ഇതിനെ പുച്ഛിച്ച് ഇത് തന്നെയല്ലേ നാട്ടിലെ എയർടെലിൻ്റെ ടവർ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഫുൾ ഡേ ഞങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് മാറിയിട്ടില്ല. അത്രയ്ക്ക് അതിൻ്റെ ചുറ്റുള്ള ഫുൾ സ്പോട്ടും കണ്ടുപിടിച്ച് അവിടെ എല്ലാം പോയി ഓരോ മുക്കിലും മൂലയിൽ നിന്ന് ഞങ്ങൾ ഈഫിൽ ടവറിന്റെ വ്യൂ ആസ്വദിച്ചായിരുന്നു. അങ്ങനെ ദൂരെ നിന്ന് മാത്രം കണ്ടാൽ പോരല്ലോ, ഈഫിൽ ടവറിന്റെ ചോട്ടിൽ പോയി നിന്ന് കാണണ്ടേ? വാ പോയി നോക്കാം. ആക്ച്വലി ഇതിന്റെ മുകളിൽ കയറാമെങ്കിലും ഞങ്ങൾക്ക് എന്തോ അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. വലിയ ആളും ബഹളമൊന്നും ഇല്ലാതെ എന്നാൽ ഈഫിൽ ടവറിന് നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം നോക്കി ഞങ്ങൾ കുറച്ചേരം ഇവിടെ ഇരുന്നു. നല്ലൊരു സ്പോട്ട് കിട്ടിയതുകൊണ്ട് അഞ്ജലി അവളുടെ പെയിന്റിംഗ് കെട്ടി പുറത്തെടുത്തു. ഞാനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്ത് നടന്നു. അങ്ങനെ നമ്മൾ ഈഫിൽ ടവറിന്റെ ചോട്ടിലെത്തി നിൽക്കുകയാണ്. കൈയൊക്കെ നല്ല ഐസ് പോലെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്നാലും ഗ്ലൗസ് ഒരു വീഡിയോയും ഫോട്ടോയും എടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ടച്ച് വർക്കാവത്തില്ല. ക്രിസ്മസ് ആവാറായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്സ് എല്ലാം ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സീസൺ തന്നെ ഇങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. ഞങ്ങൾ നടക്കുന്ന വഴി ചുമ്മാ തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും ഈഫിൽ ടവർ. എവിടെ തിരിഞ്ഞാൽ ഈഫിൽ ടവർ തന്നെ. അയ്യോ, ഈഫിൽ ടവർ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട്. അഞ്ജലിനെ കാണുന്നുണ്ട്. അഞ്ജലി അതിൻ്റെ ഇടയിൽ ഒളിച്ചു. നല്ല രസമുണ്ട്. ബാ ഇനി നമുക്ക് എന്തെങ്കിലും അകത്താക്കാം, അല്ലേ ശരിയാവത്തില്ല. ഇന്ന് രാവിലെ മുതൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് ഹിയർ കംസ് ദ ടഫസ്റ്റ് പാർട്ട്. ഞങ്ങൾ സാധാരണ എവിടെ പോയാലും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ ഇത്രയും കണ്ടപ്പോൾ ഇതിന് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായി. അതും എല്ലാം നല്ല അടിപൊളി കളക്ഷൻസും ആയിരുന്നു. ക്രിസ്മസ് ട്രീയെ തൂക്കാനുള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇതിനൊക്കെ റേറ്റ് എത്ര? 14 euro എന്ന് പറയുമ്പോൾ നാട്ടിൽ 1500 രൂപയുടെ അടുത്ത് വരും. അതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. പിന്നെ നല്ല ക്യൂട്ട് കീ ചെയിൻസ് ഉണ്ട്. അങ്ങനെ തേരപ്പാര നടക്കുമ്പോഴാണ് നമ്മൾ ഈ പുള്ളിക്കാരത്തിനെ കാണുന്നത്. ആളുടെ കയ്യിൽ ഒരു വിൻറ്റേജ് ക്യാമറ ഉണ്ട്. ഇത് വെച്ച് നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഓൾഡ് ന്യൂസ് പേപ്പർ ടൈപ്പ് സെറ്റപ്പിൽ നമ്മളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് തരും. ഇത് ഒരു സുവനീറായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് 2 പേർക്കും ഓരോന്ന് വെച്ച് വാങ്ങിച്ചു. ഇവിടുന്ന് ഇത് വാങ്ങി സേഫായി വെച്ചെങ്കിലും ഇവിടെ വന്ന് നോക്കുമ്പോൾ സാധനം കാണില്ല. എവിടെ നിന്ന് മിസ്സായതാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഗൈസ്, ഒരു സൂത്രം കാണിച്ചു തരാം. പല്ല് കൂട്ടിയിടിക്കുന്നു. തണുത്ത് വിറയ്ക്കുക. ഹായ്, സൺസെറ്റ് അങ്ങോട്ട് നോക്ക്. ഇതാണെന്ന് തോന്നുന്നു പാരീസിലെ ലോങ് ബ്രിഡ്ജ്. വൈകുന്നേരത്തേക്ക് നമ്മൾ സെയിൻറ്റ് റിവർ ക്രൂയിസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. നല്ല ഇരുട്ടായിരിക്കും, ലൈറ്റൊന്നും ഇല്ല. പക്ഷെ നമ്മളുടെ ബാക്കിൽ ഈഫിൽ ടവർ ഉണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് പാലമാണിത്. പാലത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ.
കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ വീണ്ടും ഈഫിൽ ടവറിന്റെ ചുവട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പാരീസിനോട് വിട പറഞ്ഞ് നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോവാണ്. യൂറോപ്പിൽ പോകുമ്പോൾ അധികം ആരും പ്രിഫർ ചെയ്യാത്തൊരു കൺട്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണം ഞാൻ വഴിയെ പറയാം. ഇപ്പം ഞങ്ങൾ എന്തായാലും പോയി ഫ്ലൈറ്റ് കയറാൻ നോക്കട്ടെ. അപ്പം ശരി, ബൈ ബൈ.